ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ നിർണായക മൊഴിയായിരിക്കും. ഒരുപക്ഷെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു ട്വിസ്റ്റുകളിലേക്ക് കൂടെ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് കുരുക്കായി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ഠര് രാജീവരെന്ന് പത്മകുമാർ മൊഴി നൽകി. തന്ത്രിയുടെ വിശ്വസ്തനായതിനാലാണ് പോറ്റിയെ വിശ്വസിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട്. എന്നാൽ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ലെന്നും പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മുൻ ഭരണസമിതിക്കെതിരെയും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പത്മകുമാറിന്റെ മൊഴി അതിപ്പോൾ ചെന്ന് നിൽക്കുന്നത് തന്ത്രി കണ്ഠര് രാജീവരിലേക്കാണ്. അദ്ദേഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതെന്ന് പറയുന്നു. തന്ത്രിയുടെ ആളായതുകൊണ്ട് തന്നെയാണ് താനടക്കമുള്ള ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഈ പോറ്റിയെ വിശ്വസിച്ചത് എന്നുകൂടെ പറയുന്നു. അപ്പോൾ നിലവിൽ ഈ അന്വേഷണത്തിന്റെ മുന തന്ത്രിയിലേക്ക് തിരിച്ചുവിടാൻ പത്മകുമാറിന്റെ മൊഴിക്ക് സാധിക്കുമോ? പത്മകുമാർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിലാണ് കണ്ഠര് രാജീവരെ പ്രധാനമായും പ്രതികൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള മൊഴി ഇപ്പോൾ പത്മകുമാർ നൽകിയിരിക്കുന്നത്. തനിക്ക് നേരത്തെ ഒന്നും നേരിട്ട് പരിചയമില്ല ഇയാളെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുത്തുന്നത് കണ്ഠര് രാജീവരാണ്. രാജീവർക്ക് നേരത്തെ മുതൽ തന്നെ ഇദ്ദേഹവുമായി ബന്ധമുണ്ട്. അങ്ങനെ കണ്ഠര് രാജീവ് വഴിയാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്ന എന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. പക്ഷെ ആ മൊഴി നമുക്കത്ര മുഖവിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും രേഖകളും ഒക്കെ ഇയാളുടെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളാണെന്ന് സംബന്ധിച്ച് ശക്തമായ സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആ പറയുന്ന കാര്യങ്ങളൊന്നും മാത്രം മുഖവിലേക്ക് എടുക്കാവുന്ന തരത്തിലല്ല മൊഴികളെന്ന് പറയേണ്ടി വരും. പക്ഷെ ആ ബന്ധത്തെ കുറിച്ച് കൃത്യമായി തന്നെ പത്മകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻ ഭരണസമിതി അംഗങ്ങളെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പത്മകുമാർ നൽകിയിരിക്കുന്നത്. കാരണം താൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സജീവമായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തത് തന്ത്രിയും അതോടൊപ്പം തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങൾ കൂടിയാണ്. അങ്ങനെ താൻ വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട റോളിൽ അയാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് പിന്നെ ഒരു ബന്ധം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ള കാര്യം. സിജോ, ഇതിനകത്ത് ഒരു വാചകം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തന്ത്രിയും മന്ത്രിയും പോറ്റിയെ പിന്തുണച്ചു എന്നുള്ള തരത്തിൽ എന്തെങ്കിലും മൊഴി പുറത്തു വന്നിട്ടുണ്ടോ? ഉണ്ട്. അതാണ് പത്മകുമാർ ഇയാളിലോട്ട് വരുന്ന വഴികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം തന്നെ ഇത്തരത്തിൽ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അത് തന്ത്രി വഴിയാണ് എന്നുള്ളതാണ് പറയുന്നത്. കണ്ഠര് രാജീവരാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് വളരെ നേരത്തെ തൊട്ടുള്ള ഒരു ബന്ധവും കൂടിയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബന്ധം തന്നിലോട്ട് കൂടി എത്തുകയാണ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മുൻ ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിലും തന്ത്രിക്കും അതോടൊപ്പം തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും ഇയാളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രിയെ കുരുക്കുന്ന രീതിയിലാണ് പത്മകുമാറിന്റെ മൊഴി. പക്ഷെ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ആരോപണ വിധേയരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പത്മകുമാർ സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം തന്നെയായിരിക്കും നടത്തുക. അപ്പോൾ തന്ത്രിയിലേക്ക് കൂടെ എന്തായാലും അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിക്കാൻ ഈ മൊഴി അന്വേഷണ സംഘത്തിന് പ്രേരകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും